ആയുധമില്ല. ഞങ്ങളെ ഭരണത്തിന്റെ നേട്ടം ഇന്നതാണെന്ന് പറയാനൊരു ആയുധമില്ല. അയ്യപ്പ സംഗമം വെക്കുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ന്യൂനപക്ഷ സംഗമം വെക്കുന്നു. ഇതുപോലെ നേരത്തെ കോഴിക്കോടുണ്ടായിരുന്നു. ആ ന്യൂനപക്ഷ സമ്മേളനത്തിൽ ശ്രീരാമകൃഷ്ണനാണ് ഇങ്ങനെ അനൗൺസ് ചെയ്തത്. പുരുഷന്മാർക്ക് ഉള്ളു ചെയ്യാനുള്ള ഹൗള് അപ്പുറത്തുണ്ട്, സ്ത്രീകൾക്ക് ഉള്ളു ചെയ്യാനുള്ള ഹൗള് ഇപ്പുറത്തുണ്ട്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വല്ലാത്ത ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക. വലിയ ഇഖ്ലാസ് ഉണ്ടായിട്ടാണോ? ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി തുടങ്ങിയ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം, ഇത് വിവരിച്ചുകൊണ്ട് നമ്മളെ സിദ്ദീഖ് അലി രാങ്ങാട്ടൂരിൻ്റെ വളരെയധികം ചിരിപ്പിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ മുഴുവൻ കേട്ടിരുന്നു പോയി. ഞാനത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. കുറച്ച് സമയമുള്ളൂ, മുഴുവൻ കേൾക്കുക. മതപരമായ കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പോലും ഇപ്പോൾ രംഗപ്രവേശം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയുധമില്ല. ഞങ്ങളെ ഭരണത്തിന്റെ നേട്ടം ഇന്നതാണെന്ന് പറയാനൊരു ആയുധമില്ല. അയ്യപ്പ സംഗമം വെക്കുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ന്യൂനപക്ഷ സംഗമം വെക്കുന്നു. ഇതുപോലെ നേരത്തെ കോഴിക്കോടുണ്ടായിരുന്നു. ആ ന്യൂനപക്ഷ സമ്മേളനത്തിൽ ശ്രീരാമകൃഷ്ണനാണ് ഇങ്ങനെ അനൗൺസ് ചെയ്തത്. പുരുഷന്മാർക്ക് ഉള്ളു ചെയ്യാനുള്ള ഹൗള് അപ്പുറത്തുണ്ട്, സ്ത്രീകൾക്ക് ഉള്ളു ചെയ്യാനുള്ള ഹൗള് ഇപ്പുറത്തുണ്ട്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വല്ലാത്ത ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക. വലിയ ഇഖ്ലാസ് ഉണ്ടായിട്ടാണോ? അല്ലെങ്കിൽ പിണറായി വിജയൻ പാടുന്ന പാട്ട് കേട്ടില്ലേ, കല്ലും മുള്ളും കാലിക്കുത്ത് എന്നാ മൂപ്പര് പറഞ്ഞത്. അപ്പം എന്താ ഇതുമായി മൂപ്പർക്ക് വല്ല ബന്ധം ഉണ്ടായിട്ടാണോ? അല്ല. അതാണ് മുമ്പ് സ്വലാത്ത് നഗറിൽ അച്യുതാനന്ദൻ വന്നപ്പോൾ അച്യുതാനന്ദൻ ആ ബാനർ നോക്കി പറഞ്ഞത് ഈ സ്വലാത്ത് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ചങ്ങായിൻ്റെ വിചാരം എന്താ, അഹമ്മദാജി നഗർ എന്നൊക്കെ പറഞ്ഞ പോലെ സ്വലാത്ത് നഗർ എന്ന് പറഞ്ഞ ഒരു ചങ്ങായിയുടെ പേരാന്നാ. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? ഇതിനോടൊക്കെ വല്ല ബന്ധമുണ്ടോ? മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം മതത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ആയുധങ്ങളൊക്കെ നശിച്ചു. ശബരിമല വിഷയം എടുത്തിട്ട് കൊണ്ടാണ് പിണറായി വിജയൻ രംഗപ്രവേശം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പിണറായി നല്ലൊരു ഭക്തനാന്നാ. മാഷാ അല്ലാഹ്, നഊദു ബില്ലാഹ്. പിണറായി തന്നെ പറയാണ് ഞാൻ ഹയാത്തിൽ ആദ്യമായിട്ടാണ് ഈ പടിക്കൊക്കെ വന്നത് ശബരിമലയിൽ നിന്നിട്ട്. അപ്പോൾ പിണറായി പറയുന്നത് ആദ്യമായിട്ടാണ് മൂപ്പരവിടെ വന്നത്. പക്ഷെ ഇയാൾ പറയുന്നത് പിണറായി നല്ലൊരു ഭക്തനാണ്. യഥാർത്ഥത്തിൽ ഇയാൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടായിട്ടാണോ? അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഇപ്പോൾ വല്ലാതെ മതം കൈകാര്യം ചെയ്യുന്നത് ഇതുമായി വല്ല ടച്ച് ഉണ്ടായതുകൊണ്ടാണോ? അപ്പം ടച്ചില്ലാത്തത് കൈകാര്യം ചെയ്യുമ്പോൾ ഈ വക തെറ്റുകളൊക്കെ വരും. അതാണ് അയാൾ അഖണ്ഡനാമകം ചൊല്ലിയാൽ ഇപ്പോൾ നടക്കുമോ? അയാൾ ഏതെങ്കിലും ബെയ്ത്ത് ചൊല്ലിയപ്പോൾ നടക്കുമോ? അവിടെ ശീലിച്ചതല്ലേ ഇവിടെ പാടുക. നിങ്ങളെ ശീലം എന്ന് പറഞ്ഞാൽ മതവിരുദ്ധാശയം. നിങ്ങളെ ശീലങ്ങൾ മുഴുവനും ഈ രാജ്യത്തെ മതചിഹ്നങ്ങൾക്കെതിരായിരുന്നു അല്ലേ? കടാര നെഞ്ചിലിറക്കുമ്പോൾ, കഠോര വേദന വിങ്ങുമ്പോൾ അയ്യോ എന്ന് വിളിക്കാതെ, അമ്മേ എന്ന് വിളിക്കാതെ, ഓംകാരം മുഴക്കാതെ, ലാ ഇലാഹ പാടാതെ, കേട്ടില്ലേ? ഇൻഖിലാബ് വിളിച്ചവരെ കണ്ടോ നിങ്ങൾ? ഇതൊക്കെ ശീലിച്ചവർ പിന്നെ എങ്ങനെയാണ് ശബരിമലയിലെ പാട്ട് പാടിയാൽ ശരിയാകുക? അത് പണ്ട് STD ബൂത്തിലെ ചെക്കനെ നിക്കായിന് ഇരുത്തിയ മാതിരിയാണ്. STD ബൂത്തിലെ ചെക്കൻ ഏത് നേരം ഫോണേറ്റാ കളി. എപ്പോൾ നോക്കുമ്പോൾ തന്നെയാണ്. നിസ്കാരം കഴിഞ്ഞിരിക്കുകയാണെങ്കിലും അവൻ്റെ പണി തന്നെ ഫോണേറ്റ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഏത് നേരം ഇങ്ങനെ ആയപ്പോൾ അവൻ്റെ കല്യാണം വന്നപ്പോൾ നിക്കായിനിരിക്കുമ്പോൾ പള്ളിയിലെ ഖത്തീബ് ഓനക്കിങ്ങനെ ചൊല്ലിക്കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും ഓ മൊബൈലിൽ തന്നെ പരിപാടി. അപ്പോൾ അതിലവർക്ക് പിന്നിലിരിക്കണ ആരോ പറഞ്ഞു ഉസ്താദിനെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഉസ്താദ് ചൊല്ലിക്കൊടുത്തരം, മൗലവി ചൊല്ലിക്കൊടുത്തു ഖബിൽ ടു. അപ്പോൾ അവൻ പറഞ്ഞു ഡബിൾ ടൂ. അപ്പോൾ എന്താ സംഭവം എന്നറിയോ? ഓൻ ഏത് നേരം തെറ്റാ കളി. ഇങ്ങനെ ശീലിച്ച പിണറായി വിജയൻ ഏത് പാട്ട് പാടിയാലാണ് യഥാർത്ഥത്തിൽ ഒരു പാട്ടായി മാറുക? അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, അയാളുടെ ശൈലിയും സ്വഭാവമൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ അയാൾ ഒരു സമ്മേളനത്തിൽ എനിക്ക് തോന്നുന്നു പ്രാവിനെ പറത്താൻ ശ്രമിച്ചു. പ്രാവിനെ പറത്താൻ പിണറായി വിജയൻ ഇങ്ങനെ നിന്നു. രാഹുൽ ഗാന്ധി അതേപോലെ പാണക്കാട്ട് തങ്ങൾ ഇവരൊക്കെ പ്രാവിനെ പറത്തിയ പ്രാവാണ്ട് പറക്കലാണ്. പക്ഷെ പിണറായി വിജയൻ നെല്ലുംകണ്ടത്തേക്ക് ഞാറിടണ കേട്ടത് നേരെ പോയിട്ട് പ്രാവാണ്ടിട്ടേ. അതെന്താ കാരണം? പ്രാവിനെ അറിയാതെ ഏതാ കൈ എന്നുള്ളത്. കാരണം എന്താ അറിയാം? കൊലപാതക കേസിലെ പ്രതിയാണ് ഈ പ്രാവിനെ പറത്തുന്നത്. പ്രാവിന് വലിയ വിവരല്ലേ? കമ്പ്യൂട്ടർ യുഗത്തിലെ പ്രാവല്ലേ? കുറച്ചൊക്കെ കാര്യങ്ങൾ തിരിയല്ലോ. ഇപ്പം എന്താണ് ഇവർക്ക് ഇതിലൊന്നല്ല. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇപ്പം നമുക്ക് ആകെ ദുന്യാവിലുള്ളൊരു സുഖം എന്താണെന്നറിയാം? മാർക്സിസ്റ്റേറെ ജാതല്ല എന്നുള്ളൊരു സുഖം മാത്രമാണ്. മറ്റേതിങ്ങനെ കേന്ദ്ര അവഗണനക്കെതിരെ അല്ലേ, ഭാരത് ബന്ദ്, അഖിലേന്ത്യാ പണിമുടക്ക്, സെക്രട്ടേറിയറ്റ് വളയൽ, കലക്ടറേറ്റ് നീരൽ, എന്തെല്ലാം രോഗമായിരുന്നു. എൻ്റെ നേതാവ് സീതിയാജി പറയാറുണ്ടായിരുന്നു, റെയിൽ അല്ലെങ്കിൽ ജയിൽ അല്ലെങ്കിൽ വണ്ടിക്ക് തലക്കാന്ന്. സീതിയാജിയുടെ പ്രസംഗമാണ്. ഇതായിരുന്നു അവരുടെ പരിപാടി. എന്തൊക്കെ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ. ഇപ്പോൾ അഖിലേന്ത്യാ പണിമുടക്കുണ്ടോ? ഭാരത് ബന്ദ് ഉണ്ടോ? എത്ര ഏത് ഉണ്ടാക്കി കൊടുത്തു ഈ നരേന്ദ്രമോദി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ജാഥല്ല. ഒരു മാതിരിപ്പാകുമ്പോഴൊക്കെ നമ്മളൊക്കെ ഈ പൊതുയോഗത്തിന് മുമ്പ് കാണാൻ അവിടുന്ന് ഒരു ജാഥ ഉണ്ട് വരും. 10 ആളുണ്ടാവുമെങ്കിൽ ആ ചെങ്കൊടി ഒരു മാതിരിപ്പിൻ്റെ നേരത്തെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ? അപ്പോഴാണ് നമ്മളറിയാം. ആ പരിപാടി ഒന്നും ഇപ്പം ഇല്ലല്ലോ.
ആ ഏർപ്പാടൊന്നും ഇപ്പം ഇല്ല. അപ്പം ആകെ ഒരു സുഖം ഇവരുടെ ജാഥ ഇല്ല എന്നുള്ളതാണ്. എത്ര കാലമായി നിങ്ങളൊരു ജാഥ കണ്ടിട്ട്? എന്തെല്ലാം നയം, ഡീസൽ പെട്രോളിൻ്റെ വില, റേഷൻ അരിക്ക് 2 പൈസ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കൂട്ടിയപ്പോൾ എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കിയവരാണ് നിങ്ങൾ. എന്തിൻ്റെ എല്ലാം പേരിലാണ് നിങ്ങൾ ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? അങ്ങനത്തെ നിങ്ങളിപ്പോൾ അങ്ങനത്തെ ഒരു ജാഥ പരിപാടി ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ കുറേ ഈ ദേശാഭിമാനിയിൽ ഇങ്ങനെ തരയും, ഇവർ എവിടെയെങ്കിലും ഒരു പരിപാടി നടത്തുന്നുണ്ടോ. അതിനിപ്പോൾ അടുത്ത് ഞാൻ പോളിടെക്നിക്കിൽ ഇരുന്നിട്ട് ദേശാഭിമാനി വായിക്കുമ്പോൾ ദേശാഭിമാനിയിൽ ധർണ നടത്തി DYFI. നിങ്ങളറിയണോ എവിടെയെന്നറിയാം? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോളി. എങ്ങനെ അറിയാം? ഇവരൊരു ധർണ നടത്തി ഇപ്പം അടുത്ത്. ഏതാ ധർണ എന്നറിയാം? ആമസോൺ വനാന്തരങ്ങളിലെ തീക്കാറ്റ് നിയന്ത്രിക്കാൻ കഴിയാത്ത ബ്രസീൽ ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ ബ്രസീൽ എംബസിക്ക് മുമ്പിൽ റഹീം സഖാവിൻ്റെ നേതൃത്വത്തിൽ DYFI ധർണ നടത്തി. എങ്ങനെ? ഇവിടെ ഒന്നും തീയില്ല, ഇവിടെ ഒന്നും തീ കിട്ടായിട്ട് ആമസോൺ വനാന്തരങ്ങളിൽ തീപിടുത്തുണ്ടായപ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത ബ്രസീൽ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഇവർ ബ്രസീൽ എംബസിക്ക് മുന്നിൽ പോയിട്ട് ഡൽഹിയിൽ ഒരു ഏതു സാധുക്കൾക്ക് വീണ് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് ഈ കോൺഗ്രസിനോടുള്ള വിരോധം പോലെ ഇവരോടൊരു വിരോധമില്ല, ഒരു വിരോധമില്ല. കണക്കിന് പോയാൽ ഞങ്ങൾ അടുത്ത ജാഥ അന്തരീക്ഷത്തിൽ നിന്നാണ്. ഏത്? ഈ കൃഷികൾക്ക് അനുകൂലമാകാത്ത രീതിയിൽ മഴ വർഷിക്കാത്ത കാർമേഘ പടലങ്ങളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് അന്തരീക്ഷത്തിൽ നിന്നൊരു ജാഥ ആരംഭിച്ച് ബുധൻ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നിവിടങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി ടേബിൾ മടിച്ച ഓക്കെ ചൊവ്വയിലൊരു കുത്തിയിരിപ്പ് സമരം നടത്താനുള്ള സാധ്യതയാണ് കൂടുതൽ. നിങ്ങൾ നോക്കൂ, ഇപ്പം നാട്ടിലെ മുഖ്യ വിഷയം എന്താ? ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച വോട്ടവകാശം നിഷേധിക്കുന്ന പരിപാടിയാണ്. ഒരു പെട്ടിക്കട പോലത്തെ ഒരു റൂമിൽ 19 ആൾക്കാർ ഒരു പട്ടികയിൽ. ജന്മത്തിൽ കല്യാണം കഴിക്കാത്തൊരു ചങ്ങായിക്ക് 52 കുട്ടികൾ. ഇമ്മാതിരിയുള്ള വോട്ടർ പട്ടികയുടെ കുട്ടിക്കടം പകർത്തിയിട്ടാണ് മഹാനായ രാഹുൽ ഗാന്ധി നാട്ടുകാരോട് ഈ വർത്തമാനം നടന്ന് പറയുന്നത്. ഈ സമയത്ത് മാർക്സിസ്റ്റുകാരുടെ പരിപാടി എന്താ? മാർക്സിസ്റ്റുകാർ അയ്യപ്പ സംഗമം നടത്തുകയാണ് ഇവിടെ. ഈ ബലാൽ വണ്ടി എവിടെ എത്തിയെന്നറിയാം? തൃശ്ശൂർ വരെ എത്തി. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് വോട്ട് രണ്ടിടത്ത് അയാളെ സഹോദരന് മണ്ഡലത്തിൽ വോട്ടില്ലാതെ വന്നിരിക്കുന്നു. നമ്മുടെ കുറ്റിപ്പുറം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന ഒരാൾക്ക് അവിടെ വോട്ടുണ്ടായിരിക്കുന്നു. ഇതൊന്നും ഇവർ നോക്കുന്നില്ല. ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇതിൻ്റെ കൂടെ അല്ല, മാർക്സിസ്റ്റ് പാർട്ടി ഇതിൻ്റെ കൂടെ അല്ല. ഞാൻ നിന്ന് പ്രസംഗിക്കുന്നത് ഇടവണ്ണയിലാണ്. നിങ്ങൾക്കറിയില്ല, ഒരു തവണ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് 4 ലക്ഷത്തിന് തോറ്റ ആളുണ്ടോ? ആനി രാജ. ആ ആനി രാജ രാഹുലിൻ്റെ ലഡും തിന്നിട്ട് ജാഥയെ പോണ പോലെ അതങ്ങനെ പോണ്, ഒപ്പം നടക്കണം. CPIക്ക് ബോധ്യമുണ്ട്. എന്നാലോ മാർക്സിസ്റ്റ് പാർട്ടിയോ? അത് ഫേസ്ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ പോരാട്ടത്തിൻ്റെ അടിയിലെ കമൻറ്റുകൾ വായിച്ചാൽ നിങ്ങൾ നോക്കണം. ലൈക്ക് ഇങ്ങനെ ഇടേണ്ടതിന് പകരം മാർക്സിസ്റ്റ് പാർട്ടി നേരെ കീഴ്പോട്ടാണ്. ഒരു ചങ്ങാതി എഴുതിയിരിക്കുന്നു, ഉണ്ടയില്ല വെടി എന്ന് എഴുതിയ ആൾ ആരാന്ന് നമ്മളൊന്ന് അടിച്ചു നോക്കുമ്പോൾ ആരാന്നറിയോ? സഖാവ് VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അങ്ങാണ്. അപ്പോൾ ഒരു മാർക്സിസ്റ്റുകാരൻ്റെ കൽബുകൾ വായിക്കണം. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ പണിയെടുക്കണ ആർക്ക് വേണ്ടിയാ? കോൺഗ്രസിനാ? നാടിന് വേണ്ടിയല്ലേ? മാത്രമല്ല, ഈ മാർക്സിസ്റ്റുകാരെ MP-മാർ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ജയിച്ചതല്ലേ തമിഴ്നാട്ടിൽ നിന്ന്? നിങ്ങൾക്ക് ചില സ്ഥലത്ത് രാഹുൽ ഹലാലാണ്, ചില സ്ഥലത്ത് ഹറാമാണ്. ചില ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കറാഹത്തും, ചില സ്ഥലത്ത് രാഹുൽ സുന്നത്തുമാണ്. നിങ്ങൾക്കൊരു വ്യക്തമായ നിലപാടില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ വാച്ച് നേരാക്കണ കടയിൽ പോയ പോലെയാണ്. വാച്ച് നേരാക്കണ കടയിൽ ഒരു കൃത്യ ടൈം ഉണ്ടാവില്ല. ചിലയിൽ 11:15, ചിലയിൽ 12:45, ചിലയിൽ 3 സൂചിയും കൂടി 6ലേക്ക് തൂങ്ങിയിട്ട് ചിലയിൽ ഒരൊറ്റ സൂചി ഉണ്ടാവില്ല. അതൊരു റിപ്പയർ കടയാണ്. ഈ നിലപാട് പോലെയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അവർക്ക് കോൺഗ്രസിനോടൊരു വ്യക്തത ഇല്ല. എന്താ നിങ്ങൾ ഈ കാര്യത്തിൽ രാഹുലിൻ്റെ കൂടെ കാത്തത്? 2 കാരണം കൊണ്ടാണ്. ഒന്ന്, BJP ഇറങ്ങിയ പിണറായി ആണ്ട് കയറും, ഡൽഹിക്കല്ല ജയിലിക്ക്. ഒന്നതാണ്. 2 എന്താണെന്നറിയാം? എപ്പോൾ നടക്കണ ഈ പേക്കൂത്ത് മുഴുവൻ കണ്ണൂർ നിങ്ങൾ നടത്തിയതാണ്. ഇപ്പോൾ BJP വോട്ടിംഗ് രംഗത്ത് നടത്തുന്ന ഈ ആൾമാറാട്ടം മുഴുവൻ നിങ്ങൾ കണ്ണൂർ നടത്തിയതാണ്. കണ്ണൂർ എത്ര നടത്തി? പർദ്ദ വന്ന് ഇവർ വോട്ട് ചെയ്തില്ലേ? ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും പർദ്ദ നിരോധിക്കണം. പർദ്ദ നിരോധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കഷ്ടപ്പാട് നിങ്ങൾക്കാണ്. ഒന്ന് അങ്ങനെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ TP ചന്ദ്രശേഖരൻ്റെ വധത്തിലെ സഖാവ് കുഞ്ഞനന്ദൻ കട്ടിലിൻ്റെ വോട്ട് 2 ആഴ്ച കിടന്നത് പർദ്ദ തിരിച്ചിട്ടാണ്. അതെങ്ങാ നിരോധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അടങ്ങർ നിങ്ങൾക്കാണ്. അപ്പം നിങ്ങൾ എത്ര ആൾക്കാരെ മരിച്ചോരെ വോട്ട് ചെയ്തിക്കണ്? മരിച്ചോരെ വോട്ട്. കണ്ണൂരിൽ ശാരദ ടീച്ചർ ഡ്യൂട്ടിക്ക് പോയി. ശാരദ ടീച്ചറെ ഭർത്താവ് ഭാസ്കരൻ മാഷ്, അയാൾ ഈ പ്രിസൈഡിങ് ഓഫീസർ പേര് വായിക്കുമ്പോൾ ശാരദ ടീച്ചർ ഓഫീസറായിട്ട് വന്ന ബൂത്തിൽ ടീച്ചർ ഇങ്ങനെ ടിക്ക് ചെയ്യാണ്. ആ ടിക്ക് ചെയ്യുമ്പോൾ മേലെ വീട്ടിൽ ഭാസ്കരൻ ടീച്ചർ ആ പെൻ അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഓ ഇതുവഴി വന്ന് ഒരു വാക്ക് പോലും മിണ്ടിയില്ലല്ലോ എന്ന്. ആ സാധു മരിച്ചിട്ട് 14 കൊല്ലം അയക്കണം. വോട്ട് ചെയ്ത് പോയി.
അതൊക്കെ ഈ രാജ്യത്ത് നടന്നതാ. അപ്പപ്പോ BJP എടുക്കണ ഈ പണി നിങ്ങൾ നേരത്തെ കേരളത്തിൽ പലയിടത്ത് കൊടുത്തതാ. നിങ്ങൾ കണ്ടോ? ഇവിടൊക്കെയല്ലേ മര്യാദക്ക് തെരഞ്ഞെടുപ്പ്, നമ്മളൊക്കെ ബൂത്തിലും ഉദ്യോഗസ്ഥർ വന്നാൽ UDF LDF ഒന്നിച്ചിരുന്ന് ചോറുന്ന. കണ്ണൂർ അങ്ങനെയാണോ? നമ്മളെ കേരളത്തിൽ എലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന ഉദ്യോഗസ്ഥരെ ഇൻഷൂർ ചെയ്യുന്ന ഒരു ജില്ല ഉണ്ട്. UP കണ്ണൂരിൽ എലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇൻഷൂർ ചെയ്യണം. CCTV ക്യാമറ സ്ഥാപിച്ച തെരഞ്ഞെടുപ്പ് കണ്ണൂരിലായിരുന്നു. കണ്ണൂരിൽ ഇൻഷൂർ ചെയ്യണാണ്ട് പോകണമെങ്കിൽ ഇപ്പം എൻ്റെ നാട്ടിലൊരു SIക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അയാളിനോട് ഈശാന്റെ നേരത്തെ ജമാഅത്തിന് വന്നപ്പോൾ പറഞ്ഞ് നാളെ കണ്ണൂർക്ക് പോവുകയാണ് ദ്വാരക്കണം എന്ന്. എന്നിട്ട് അയാളെ പേരെന്നിട്ട് സുബൈൻ്റെ നേരത്തെ ഒരു കൂട്ടക്കരച്ചിൽ. അപ്പം എന്താ പേരക്കുട്ടിയോളും വെല്ലിപ്പിയും കൂടി നിർത്താണ് എയർപോർട്ടിൽ നിൽക്കണ കെട്ടിപ്പിടിച്ചിട്ട്. അപ്പം എന്താ ചങ്ങായി പറയുകയാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്, വിധി ഉണ്ടെങ്കിൽ കാണാമെന്ന് പറഞ്ഞു പോയി. അതെന്നെ സംഭവം. കണ്ണൂരത്തെ അവസ്ഥയാണ്. ഈ പണിയൊക്കെ നിങ്ങൾ ചെയ്യാണ്. നിങ്ങൾ ഈ നാട്ടിൽ എന്ത് ഏർപ്പാടാണ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങൾ പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ BJP രാജ്യത്ത് നിന്ന് വിട്ടൊഴിയണം, ഭരണത്തിൽ നിന്ന് നിഷ്കാസിതമാകണം എന്ന ആഗ്രഹം രാജ്യക്കാരുടെ ആഗ്രഹമാണ്. അത് ആഗ്രഹിക്കാത്തൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ്. BJPക്ക് എന്താ ലാഭം? ഒരു നയാ പൈസ ഇല്ലാതെ BJPയുടെ എല്ലാ മുറാദും കേരളത്തിൽ ഹാസിലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉറുപ്പിയുടെ ചെലവില്ല, ഒരു MP ഇല്ല, ഒരു MLA ഇല്ല, ഒരു പ്രത്യേകമായ ഒരു മുന്നണി സംവിധാനം ഒന്നുമില്ല. എന്നിട്ടും കേരളത്തിലെല്ലാം പോലീസ് രംഗത്തെ തലവൻ ലോക്നാഥ് ബെഹ്റ എങ്ങനെ വന്നതാ? ഗുജറാത്ത് കലാപത്തിലെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നോട്ടപ്പുള്ളിയാണ് അയാൾ. ഇന്ന് കേരളത്തിൽ ആരാന്നറിയോ? പോലീസുകാരുടെ ഇമാമാണ്. അയാളെ ഡൽഹിയിൽ നിന്ന് ചോദിച്ചു ഈ കേന്ദ്ര ഭരണകൂടം, പെണ്ണായ ബംഗാളിനോട് ചോദിച്ചു ഈ മുതലിനാണ്ട് തരട്ടേന്ന്. മമത പറഞ്ഞു സോറി നമുക്ക് വേണ്ട ചരക്കിനാറ്. ആണായ തമിഴ്നാടിനോട് ചോദിച്ചു ഈ ചരക്കിന് അങ്ങോട്ട് തരട്ടേന്ന്. പെണ്ണായ ബംഗാളും ആണായ തമിഴ്നാടും തള്ളിയ ആ മുതലിനെ പിന്നെ ഏറ്റെടുത്തത് ആണും പെണ്ണുമല്ലാത്ത കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ്. സങ്കടമുണ്ട്. രമൺ ശ്രീവാസ്തവ പഴയ വിജയനാണെങ്കിൽ ചെയ്യൂല. സിറാജുന്നീസ എന്ന് പറയുന്ന പൊന്നുമോള് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണത്. അമ്മാവൻ ജനലിലൂടെ കുട്ടിയുടെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയെ പോയി വാരിക്കോരി എടുത്തപ്പോൾ കയ്യിൽ ചോര. നേരെ ആശുപത്രി കൊണ്ടുപോവാണ്. ഡോക്ടർമാർ പറഞ്ഞു മുതൽ പോയി പോസ്റ്റ്മോർട്ടം ചെയ്യണം. എന്താ സംഭവം? പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ തിര കിട്ടി. തിരക്കൊരു സ്വഭാവമുണ്ട്. ഏത് തോക്കിൽ നിന്നാണ് വന്നതെന്ന് പിടുത്തുണ്ട്. എന്താണ്? ആര് പിടിച്ച തോക്കാണത്? ഒരു ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥന്റെ വയർലെസ് പരിശോധിച്ചപ്പോൾ അതിൽ കേട്ട കാഴ്ച എന്താണ്? കേട്ട കേൾവി എന്താണ്? ഐ വാണ്ട് എ ഡെഡ് ബോഡി മുസ്ലിം ബസ്റ്റാർഡ്സ്. ഞാൻ തെമ്മാടിയായ ഒരു മുസ്ലിമിൻ്റെ ഡെഡ് ബോഡി ആഗ്രഹിക്കുന്നു എന്ന് വയർലെസ്സിൽ പച്ചക്ക് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ രമൺ ശ്രീവാസ്തവ. അയാൾ പെൻഷൻ പറ്റി തിണ്ണയിൽ പോയി കമിഴ്ന്ന് കിടക്കേണ്ട മനുഷ്യനാണ്. ഇന്ന് അയാൾ എവിടെയെന്ന് അറിയാം? കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൽ സഖാവ് പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിക്ക് പോലീസ് ഭരണത്തിൽ വല്ല ഇൽമിൻ്റെ കുറവും വന്നാൽ ഉപദേശം കൊടുക്കാനുള്ള ഉസ്താദുൽ അസാത്തിദിൻ്റെ പേരാണ് മക്കളെ രമൺ ശ്രീവാസ്തവ. എന്താ കാരണം? BJPയെ സുഖിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഓരോ ഏർപ്പാടും കണ്ടിട്ട് CPI, കുഞ്ഞാലിക്കുട്ടിയല്ല, ചെന്നിത്തലല്ല, CPI പറയാണ് ഇയാളെ ഈ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളല്ല പറഞ്ഞത്, മുണ്ടുടുത്ത മോഡിയാണോ എന്ന്. വോട്ടിൻ്റെ കള്ളത്തരം നടന്ന തൃശ്ശൂർ മാർക്സിസ്റ്റ് പാർട്ടി വല്ലതും പറയുന്നുണ്ടോ? എന്നാൽ പറയുന്ന ഒരു ടീമുണ്ട്. ആരാന്നറിയോ? ആരാ? സുനിൽ കുമാർ. ഏതാ സുനിൽ കുമാർ? അരിവാൾ കതിരിൽ തൃശ്ശൂരിൽ മത്സരിച്ച LDF സ്ഥാനാർത്ഥി. തോറ്റയാളാണ്. സുരേഷ് ഗോപിയുടെ താമരയോട് തോറ്റയാളാണ്. കൂട്ടത്തിൽ K മുരളീധരനും തോറ്റു. മുരളീധരൻ പറയുന്നുണ്ട്, കോൺഗ്രസ് പറയുന്നുണ്ട്, UDF പറയുന്നുണ്ട്. എന്നാൽ ഇടതു മുന്നണി ഐക്യകണ്ഠേന പറയുന്നുണ്ടോ? ഇല്ല. CPIയുടെ നേതാവായ സാക്ഷാൽ സുനിൽ കുമാർ പറയുന്നു തൃശ്ശൂരിൽ ഈ ഏർപ്പാട് മുഴുവൻ നടന്നു, പൂരം കലക്കി ജയിപ്പിച്ചു എന്നാ സുനിൽ കുമാർ പറഞ്ഞത്. ഇതൊക്കെ പിണറായി ഇരുന്ന് കേൾക്കുന്നുണ്ട്. പത്രക്കാർ ചോദിക്കുന്നുണ്ട് പൂരം കലക്കിയത് നിങ്ങൾ മുൻകൈയെടുത്താൽ. മൂപ്പർക്ക് അത് കേൾക്കുമ്പോൾ കായം കലക്കിയ മേനി കൂടി ഇല്ല പിണറായി വിജയൻ. ഇങ്ങനെയുണ്ടൊരു പടപ്പ്. ആവശ്യമില്ലാത്തതിനൊക്കെ അയാൾ പ്രതികരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത പണിയൊക്കെ അയാൾ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടക്കുമ്പോൾ സിദ്ധാരാമയ്യ ഉണ്ടോ? മുടിചൂടാ മന്നനായ ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിൻ്റെ അപ്പോസ്തലനായ സാക്ഷാൽ നമ്മുടെ സ്റ്റാലിനെ കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല. പിന്നെ ആരാ? യോഗി ആദിത്യനാഥ്. എന്നിട്ട് യോഗി ആദിത്യനാഥിൻ്റെ കത്ത് വായിച്ച് അതിൽ ആനന്ദലബ്ധി അടയുന്നൊരു പാർട്ടി. പിന്നെ കൊണ്ടുവരാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വെള്ളാപ്പള്ളി. ഇയാളെ കാറിൽ എനിക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അച്യുതാനന്ദൻ്റെ അയാത്ത് കാലത്ത് രണ്ടിനും കൂടി ഒരു സീറ്റിൽ ഇരുത്തിയിട്ട് കൊണ്ടുവരാൻ. ഇരുത്തിയിട്ട് കൊടുന്നില്ല എന്ന് മാത്രമല്ല, സമ്മേളനത്തിൽ ഇതുപോലെ മഴ ചെയ്യുന്ന DYFIയുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു.
ആ സമ്മേളനം നടക്കുമ്പോൾ VS അടുത്താണ് പിണറായി ഇരിക്കണ്. രണ്ടാളും ആണ്ടുകൊണ്ട് നോക്കും കൂടി നോക്കുകൂലി കൊടുക്കേണ്ടി വെച്ചിട്ടാണെന്ന് പറയാൻ പറ്റില്ല, നോക്കുക പോലും ചെയ്തില്ല.